നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് പച്ചമാങ്ങ പനീർ കറി. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പച്ചമാങ്ങ പനീർ കറി അതെന്തൊരു കോമ്പിനേഷനാ? അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ ഇത്തവണ നാട്ടിൽ പോയ സമയത്ത് പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ജാൻ ചേട്ടൻ ചപ്പാത്തിരി കൂടെ ഓർഡർ ചെയ്ത കറിയായിരുന്നു. അപ്പൊ എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല ചേട്ടനും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ആ കഴിച്ച രുചി വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത റെസിപ്പിയാണ് കേട്ടോ. അല്ലാതെ അവരുടെ പക്ക റെസിപ്പി ഒന്നും അല്ല. അപ്പൊ ഏകദേശം ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. എന്തായാലും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുതേ, ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പച്ചമാങ്ങ പനീർ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതിന് വേണ്ടി ഗ്യാസ് ഓൺ ചെയ്യാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലും ചെയ്യാം, ഇത് വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാൻ പക്ഷേ ഓയിലാണ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1.5 ചെറിയ സവാള നീളത്തിലരിഞ്ഞത്. അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ചും കൂടെ സ്വാദ് കിട്ടാൻ വേണ്ടി 4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് വാടിയ മാത്രം മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതേസമയം ഒരു വെറൈറ്റി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പം നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, അതേപോലെ കുറച്ച് കോളിഫ്ലവറാണ് ചേർക്കാൻ പോകുന്നത്. 4 ബീൻസും ഒരു ചെറിയ ക്യാരറ്റും കുറച്ച് മാത്രം കോളിഫ്ലവറും ഇത് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് വേണ്ടാന്നുണ്ടെങ്കിൽ പനീർ മാത്രം ചേർത്തിട്ടും സെയിം റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. സവാള വഴറ്റിയിട്ട് ബാക്കി എല്ലാമൊക്കെ ചേർത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യില്ല, അതിന് പകരം ലാസ്റ്റ് പനീർ ആഡ് ചെയ്യും. എന്നാലും നല്ലതാണ്. നമ്മൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പച്ചമാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കണേ. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. ഞാനിതിൽ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മാങ്ങക്കറിയില്ലേ, ആ ഒരു രീതിയിൽ വെക്കാന്ന് വെച്ചിട്ടായിരുന്നു. അതിലമ്മ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ആ രീതിയിൽ വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരുന്നു വഴറ്റാം. ചെറിയ തീയിലിട്ടതിന് ശേഷം നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടി എല്ലാം നന്നായിട്ട് പച്ചമണക്ക് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയുടെ 1/2 ഭാഗം. തക്കാളി ചേർക്കുന്ന ഒരു കൊഴുപ്പ് കിട്ടാനും സ്വാദ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള പച്ചമാങ്ങ. ഞാൻ നല്ല മൂത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യാം. അത്യാവശ്യം കുക്കാവുന്ന വരെ അടച്ചു വെക്കണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് പിന്നെ എൻ്റെ പൊടിക്കായി ചേർക്കുന്നുണ്ട്, അറിയാലോ, കുറച്ച് ഷുഗർ. അപ്പോഴേ ആ രുചി വരുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ തികച്ചും ഓപ്ഷണൽ. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. 10 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നന്നായി കുക്കാവണം. അണ്ടിപ്പരിപ്പ് കുക്കാവാനും സമയമെടുക്കും. ആ ഒരു കറി തന്നെ മാറി മറിഞ്ഞില്ലേ. ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ. ഞാൻ രുചി നോക്കട്ടെ കേട്ടോ. ആ പുളിയൊക്കെ വന്നിട്ടുണ്ടോ നോക്കട്ടെ. പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള പച്ചമാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഇല്ല ആക്ച്വലി. അപ്പോൾ ബാക്കിയുള്ള മാങ്ങയും കൂടെ ഞാൻ ഇടുകയാണ് കേട്ടോ. നന്നായിട്ട് കുക്കാവട്ടെ. അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്. അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ക്രീം അവസാനം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും ചേർക്കുന്നുണ്ട്, അവസാനം തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ചേർത്താലും മതി. ഞാൻ കുറച്ചും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പനീർ ചേർക്കുന്നതുകൊണ്ട് കറിവേപ്പില ചേർക്കണമെന്നില്ല. ഒരു നോർത്ത് ഇന്ത്യൻ, പക്ഷേ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്യൂഷൻ ആക്കാം എന്തായാലും. സൗത്ത് ആൻഡ് നോർത്ത് ഫ്യൂഷൻ അല്ലേ. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രുചി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊരു പാവം കറിയാണ്. ഇതിനെ കൊണ്ട് ഒരു ഉപദ്രവമില്ലാത്തൊരു കറിയാണ്. ഭയങ്കര എരിവൊന്നുമില്ല. ലൈറ്റായിട്ടുള്ളൊരു ശാന്തനായൊരു സംഭവം. ഇതിൽ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ 2 കഷ്ണം കൂടി ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. ചെറിയ പുളി പാടുള്ളൂ, ഒരുപാട് പുളി മുന്നോട്ട് നിൽക്കാനും പാടില്ല. എല്ലാം ഒരു ക്രമീകൃതമായൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒന്നും കൂടി രുചി നോക്കട്ടെ. അവസാനമാണ് നമ്മൾ ഇതിലോട്ട്
പനീർ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മധുരവും എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താ, പനീർ. ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാനേ പാടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അധികം കുക്ക് ചെയ്യണ്ട കേട്ടോ പനീർ. അപ്പോൾ നമ്മുടെ പനീർ നന്നായി കുക്കായിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. 1/2 കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. നമുക്കങ്ങ് ലൈറ്റായിട്ട് ചൂടാകുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഫൈനലി രുചി നോക്കുകയാണ് കേട്ടോ. അരെ വാ, അടിപൊളി, സൂപ്പറായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ചെറിയൊരു മധുരവും പുളിയും ലൈറ്റായിട്ടുള്ള ഒരു എരിവുള്ളൂ. 2 പച്ചമുളകും കൂടെ ഞാൻ മുറിച്ചിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പനീറൊക്കെ കണ്ട എന്ത് സോഫ്റ്റ് ആയിട്ടിരിക്കണേ നോക്കിക്കേ, അതുപോലെ ഇരിക്കണം പനീർ. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പനീർ ഹാർഡായി മാറും. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈസി പീസി ആയിട്ടുള്ള വെജിറ്റബിൾ പനീർ മാങ്ങാക്കറി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.